കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകം സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ, മാറത്തു പൊൻ കച്ചയണിഞ്ഞും കാണുന്നേശുവേ. വിളക്കിൻ നടുവിൽ ശോഭപൂർണനാ, മാറത്ത് പൊൻകച്ച അണിഞ്ഞും കാണുന്നീശുവേ. കൈകൾ ഈശ്വരനെ നീട്ടി പിടിച്ചുകൊണ്ട് ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. കൈകൾ വീശി ആരാധന 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 ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവനുള്ളവനെ ജീവിക്കുന്നവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. മഹത്വം മഹത്വം മഹത്വം. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സങ്കീർത്തനത്തിലെ അതിമനോഹരമായ ഒരു വചനമുണ്ട്. അതായത് അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ദൈവത്തിൻ്റെ വാത്സല്യം പിടിച്ചു പറ്റാൻ, ആർജിക്കാൻ വിശ്വാസിക്ക് അവകാശമുണ്ട്. പക്ഷേ എങ്ങനെയാണ് ആ വാത്സല്യം നമ്മൾ ആർജിക്കുന്നത്? കാരണം ദൈവത്തിൻ്റെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് വലിയവനാകണമെന്ന്. അവരവരുടെ മേഖലയിലായാലും ശരി, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയാലും ശരി, വലിയവനാകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെയാണ് വലിയവനാകണത്? അതാണ് 18:35 സങ്കീർത്തനം. അവിടുത്തെ വാത്സല്യം ഒന്ന് പറഞ്ഞേ. അവിടുത്തെ വാത്സല്യം, അവിടുത്തെ വാത്സല്യം, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ വാത്സല്യം ആർജിക്കാൻ വിശ്വസ്തത, കർത്താവിൻ്റെ വചനത്തോടുള്ള കൂറ്, ദൈവത്തോടുള്ള സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാനും നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വാത്സല്യമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ വാത്സല്യം ആർജിക്കുവാൻ ആവശ്യമായ രീതിയിൽ ആത്മാവിന്റെ വരങ്ങളാൽ എനിക്ക് ദൈവിക മനസ്സിനെ കുറിച്ചുള്ള വെളിപാടുകള് നൽകണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ഇനി നമ്മൾ ഇതിനോട് ചേർന്നുകൊണ്ട് ദൈവം വലിയവരാക്കിയ 2 മനുഷ്യരെ നമ്മളിപ്പോൾ ഈ ശുശ്രൂഷയിൽ പരിചയപ്പെടും. ദൈവം വലിയവനാക്കിയ 2 മനുഷ്യരെ, അവരെ എങ്ങനെയാണ് ദൈവം വലിയവരാക്കിയതെന്ന് കൂടി ധ്യാനിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകും. ദൈവം വലിയവനാക്കിയ ഒരാളാണ് ദാവീദ്. ദാവീദിനെ എങ്ങനെയാണ് വലിയവനാക്കിയത്? ദാവീദിനെ വലിയവനായി കഴിഞ്ഞിട്ട് സാവൂള് അസൂയപ്പെട്ട് ദാവീദിനെ കുറിച്ച് പറയുന്ന കമൻറ്റുകളുണ്ട്. 1 സാമുവേൽ 18:7 തിരുവചനങ്ങളിലും, ഇനി രാജ്യത്വമല്ലാതെ അവന് എന്താണ് വേണ്ടതെന്ന്, അത്രയും ഉയർന്നെന്നർത്ഥം. ഇടയ ബാലനായവൻ അത്രയും ഉയർന്ന്, ഇനി രാജ്യത്വമല്ലാതെ അവന് എന്താണ് വേണ്ടതെന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോൾ 1 സാമുവേൽ 18 നമ്മൾ വായിക്കുമ്പോൾ ഗോലിയാത്തിനെ കൊന്നതിന് ശേഷം ദാവീദ് വരുമ്പോൾ ഇസ്രയേലിലെ സഹോദരികളെല്ലാം, ചേച്ചിമാരും ചേട്ടത്തിമാരും എല്ലാവരും വന്നിട്ട് തപ്പും കിന്നരവും കൊണ്ട് ദാവീദിനെ വാഴ്ത്തും. എന്നിട്ട് അവർ പറയും, ദാവീദ് സാവൂള്
ആയിരങ്ങളെ കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നൃത്തം ചവിട്ടി അത്യാഹ്ലാദത്തോടുകൂടി ഇസ്രായേലിൻ്റെ രാജവീഥികൾ മുഖരിതമാക്കും. അത് കേട്ടാണ് സാവൂൾ രാജാവിന് അസൂയ വരണത്. ഞാൻ പറയും, ഇനി രാജ്യത്വമല്ലാതെ അവന് എന്നാ വേണ്ടത്? ഇപ്പം കേവലം ഒരു ഇടയബാലനായ അവനെ കർത്താവ് ഉയർത്തി. എങ്ങനെയാണ് ഉയർത്തിയത്? ഗോലിയാത്തിനെ കൊണ്ടുവന്ന കർത്താവ് അവനെ വലിയവനാക്കിയത്. അത് നമ്മൾ മറന്നു പോകരുത്. കേവലം ഇടയബാലനായവനെ ഒരു സംഘർഷത്തിൻ്റെ സാഹചര്യത്തിലാണ്, യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവൻ വലിയവനായത്. ചിലപ്പോൾ കുടുംബത്തിലായാലും ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലങ്ങളുണ്ടാകാം. എവിടെയെല്ലാം ഏതെല്ലാം പശ്ചാത്തലങ്ങൾ ഉണ്ടായാലും ദാവീദിന് ഉണ്ടായ ഒരു വാത്സല്യം, ദൈവത്തിൻ്റെ വാത്സല്യം പിടിച്ചു പറ്റാൻ ഉണ്ടായ കാരണം എന്താണ്? ഗോലിയാത്ത് ഇസ്രായേൽ ജനതയെ മുഴുവനും വെല്ലുവിളിച്ചു, ദൈവത്തെ വെല്ലുവിളിച്ചു. അങ്ങനെ വെല്ലുവിളിക്കണ കേട്ടപ്പോൾ യുദ്ധം ചെയ്യാൻ വന്ന ആളല്ലേ, ഇവിടെ അപ്പം കൊണ്ടുവന്ന ആളാണ്. ജസ്സെ പറഞ്ഞു വിട്ടിട്ട്, അപ്പൻ പറഞ്ഞു വിട്ടിട്ട് ജ്യേഷ്ഠന്മാർക്ക് അപ്പം കൊണ്ടുവന്ന ആളാണ്. അപ്പോഴാണ് ഗോലിയാത്തിൻ്റെ വെല്ലുവിളി കേൾക്കണത്. അപ്പോഴേ ദാവീദിൻ്റെ ഉള്ളിൽ തിളച്ച് മറിഞ്ഞിട്ട് ചോദിക്കും, ഇസ്രായേലിൻ്റെ ദൈവത്തെ വെല്ലുവിളിക്കാൻ ഈ അപരിച്ഛേദിതൻ ആരാണെന്ന് ചോദിക്കും. അവൻ വെക്കം പോയി സാവൂളിനോട് ചോദിക്കും, ഞാൻ യുദ്ധത്തിന് ഇറങ്ങട്ടെ എന്ന് ചോദിക്കും. എന്താണ്? ദൈവത്തെ പ്രതിയുള്ള തീഷ്ണത അവനെ ജ്വലിപ്പിച്ചു. ഇപ്പം നമ്മൾ സങ്കീർത്തനം 18:35 കണ്ടില്ലേ? അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കിയെന്ന്. ആ വാത്സല്യം ആർജിക്കാനുള്ള മാർഗം എന്താണ്? ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാണ്. ഇതുപോലെ ദാവീദ് രാജാവായി ദാവീദ് ഇടയച്ചെറുക്കനെ കർത്താവ് ഉന്നതനാക്കി. അതുപോലെ ദൈവം ഉന്നതനാക്കിയ ഒരാളാണ് ജോഷുവ. ജോഷുവയെ എങ്ങനെയാണ് ജോഷുവയുടെ മുഖത്ത് നോക്കി ദൈവം പറഞ്ഞു, മോസസിനെ പോലെ ഞാൻ നിന്നെ ജനത്തിൻ്റെ ഇടയിൽ ഉന്നതനാക്കും. അതാണ് നമ്മൾ ജോഷുവ 3:7 വായിക്കുന്നത്. ദൈവം ജോഷുവയോട് പറഞ്ഞു, ചെങ്കടൽ പിളർത്തിയ അതിനുവേണ്ടി എൻ്റെ മധ്യസ്ഥനായി നിന്ന മോസസിനെ പോലെ ഞാൻ നിന്നെ ഉന്നതനാക്കും ജനങ്ങളുടെ ഇടയിൽ. അങ്ങനെ ഉന്നതനാക്കിയത് ജോർദാൻ കരകവിഞ്ഞൊഴുക്കിക്കൊണ്ടാണ് ദൈവം ജോഷുവയെ ഉന്നതനാക്കിയത്. ദൈവം ഇതല്ലേ, നിന്റെ മുമ്പിൽ നിന്റെ കണ്ണീരിൻ്റെ ജോർദാൻ കരകവിയുമ്പോൾ ഓർക്കുക, കർത്താവിൻ്റെ വാത്സല്യം നിന്നെ ഉന്നതനാക്കാൻ പോകുന്നുവെന്ന്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഞാൻ സിസ്റ്റർ ലിജി, വീട് കോതാടാണ്. ഇപ്പോൾ ഞാൻ വരുന്നത് തമിഴ്നാട്ടിലെ അവർ ലേഡി ഓഫ് ഹെൽത്ത് കോളേജ് ഓഫ് നഴ്സിംഗിലെ MS നഴ്സിംഗ് മനോരോഗത്തിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നു, ഉടമ്പടി എടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ സിസ്റ്റർ നോറിൻ, ഇവിടെ നിൽക്കുന്ന സിസ്റ്റർ നോറിനോട് പറഞ്ഞു, ലിജി ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയറിൽ റിക്വസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ 6 റിക്വസ്റ്റ് മാതാവിന് കൊടുത്തു. ആ 6 റിക്വസ്റ്റും ഈ കഴിഞ്ഞ മാസം പൂർത്തിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. അത് ഫസ്റ്റ് റിക്വസ്റ്റ് എൻ്റെ ആങ്ങള ലിംസൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിലുള്ളതും പിന്നെ എൻ്റെ ഇതിലുമാണ്. ആ റിക്വസ്റ്റ് MS നഴ്സിംഗ് പഠിക്കണം. ഒത്തിരി പഠനത്തിൽ പ്രത്യേകിച്ച് സ്റ്റാറ്റിസ്റ്റിക്സിൽ വീക്കായിരുന്നു ഞാൻ. പലരും ചോദിച്ചു, എനിക്ക് 44 വയസ്സുണ്ട്, 44 വയസ്സുള്ള നിനക്ക് MS നഴ്സിംഗ് പഠിക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചു. പക്ഷേ റിസൾട്ട് വന്നു, മിനിഞ്ഞാന്ന് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, ഫസ്റ്റ് റാങ്ക്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാനല്ല ചെയ്തത്, ദൈവമാണ്. സെക്കൻഡ് റിക്വസ്റ്റ്
9 വർഷമായി തമിഴ്നാട്ടിൽ ഞങ്ങളുടെ കോൺവെൻറ്റിൽ പട്ടയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ പട്ടയം 9 വർഷമായിട്ട് കിട്ടാത്ത പട്ടയം ഈ സെക്കൻഡ് റിക്വസ്റ്റാണ്, അത് കിട്ടി. തേർഡ് റിക്വസ്റ്റ് 10 വർഷമായിട്ട് തഞ്ചാവൂർ ബിഷപ്പ്, വെള്ളാങ്കണ്ണി ബിഷപ്പിൻ്റെ കീഴിൽ ആണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. 10 വർഷമായിട്ട് കോൺവെൻറ്റ് കെട്ടാനുള്ള സ്ഥലം ചോദിച്ചിട്ട് കിട്ടാത്ത സ്ഥലം ലാസ്റ്റ് മന്ത് 18-ാം തീയതി രജിസ്ട്രേഷൻ നടന്നു. ഫോർത്ത് റിക്വസ്റ്റ്, എൻ്റെ കൂടെ ഉണ്ടായ ടീച്ചർ, അപ്പനില്ല ആങ്ങളയില്ല, വളരെ പുവർ ഫാമിലിയാണ്, ഹയർ സ്റ്റഡിക്ക് പണമില്ല. അടുത്ത റിക്വസ്റ്റ് ആയിരുന്നു ഗവൺമെൻറ്റിൽ കൗൺസിലിങ്ങിൽ ഫ്രീ സീറ്റിന് അനുവാദം കിട്ടി. അടുത്തത് എൻ്റെ ഒപ്പം തന്നെ ജോലി ചെയ്തിരുന്ന ഒരു ടീച്ചറിൻ്റെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഡെലിവറി ആയിരുന്നു. അടുത്ത റിക്വസ്റ്റ് ആയിരുന്നു സേഫ് ഡെലിവറി 3 മാസം മുമ്പ് നടന്നു. ലാസ്റ്റ് റിക്വസ്റ്റായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ കോളേജിലെ തൂപ്പുകാരിയായ ഒരു മുസ്ലിം ചേച്ചിയുടെ മകൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ്, പണങ്ങളൊക്കെ കടം വാങ്ങിയാണ് ഈ ചേച്ചി ഫോറിനോട്ട് മകനെ അയച്ചത്. മോൻ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. അടുത്ത 6th റിക്വസ്റ്റായിട്ട് എടുത്തു, മകന് അവിടെ തന്നെ സ്ഥിരമായിട്ട് ജോലി ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണമേ മാതാവേന്ന്. ഇപ്പോൾ മകൻ അവിടെ തന്നെ ഫോറിനിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ലാസ്റ്റ് റിക്വസ്റ്റ്. താങ്ക് യു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ആരാധനയിൽ പ്രവേശിക്കുകയാണ്. കേട്ട വചനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. സങ്കീർത്തനത്തിൻ്റെ 18:35 നമ്മൾ വായിച്ചു. വീണ്ടും നമ്മൾ ഐസയ 41:10 കണ്ടു. I uphold you in my right hand. ചുമയല്ല, വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. ഞാൻ നിന്നെ എൻ്റെ വിജയകരമായ വലതുകരത്താൽ സംരക്ഷിക്കാം. അതെല്ലാം വാത്സല്യത്തിൻ്റെ ഭാഗമാണ്. എല്ലാം വാത്സല്യത്തിൻ്റെ ഭാഗമാണ്. ആ ദൈവമാണ് ദിവ്യകൃപാനയിൽ ഇന്ന് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവത്തിലെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയോടുള്ള വാത്സല്യം ദാവീദിന്റെ തീക്ഷ്ണതയായി അനുഭവിച്ചതുപോലെ ജോഷുവയുടെ വിശ്വാസമായി അനുഭവിച്ചതുപോലെ അമ്മയുടെ ശരണമായി അനുഭവിച്ചതുപോലെ ഓ ദിവ്യകാരുണ്യമേ, ആരാധന പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും എല്ലാവർക്കും തീക്ഷ്ണത നൽകണമേ. അങ്ങയെക്കുറിച്ചുള്ള തീക്ഷ്ണത നൽകണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 സ്തുതി. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, അച്ഛൻ പറയുന്നതിൻ്റെ സ്പിരിറ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് ജീവിതത്തിൻ്റെ ഈ പുറപ്പാട് യാത്രയിലെ പലതും നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. രോഗങ്ങൾ, സാമ്പത്തിക കടങ്ങൾ, മക്കളുടെ വിശ്വാസ തകർച്ച, മക്കളുടെ ദുർനടപ്പുകൾ, കുടുംബത്തിൽ നിരക്കാത്ത ബന്ധങ്ങളിൽ പോയി ചാടുന്ന അവസ്ഥകൾ, അതുപോലെ തന്നെ ജോലി നഷ്ടം, ജോലി ഇല്ലാത്ത അലച്ചിൽ, ഇങ്ങനെ ജോർദാനും അതുപോലെ ചെങ്കടലും മരുഭൂമിയും ഒക്കെ ഇങ്ങനെ നമ്മൾ ഈ യാത്രയിൽ അഭിമുഖീകരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉള്ളത് എന്താണ്? വാഗ്ദാന പേടകമാണ്. പുതിയ നിയമത്തിലാണെങ്കിൽ പരിശുദ്ധ അമ്മയും. 2 വാഗ്ദാന പേടകങ്ങളാണ് നമ്മുടെ സഭയിലുള്ളത്. യോശുവയുടെ കാലത്ത് 1 വാഗ്ദാന പേടകമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 2 വാഗ്ദാന പേടകമുണ്ട്.
സഭയിലെ ദിവ്യകുർബാനയും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയും. മൂന്നാമത്തെ വാഗ്ദാന പേടകമാരാണ് നമ്മളാണ്. അതാണ് ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ദൈവവചനം കേൾക്കുക, അതനുസരിച്ച് ജീവിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിലെ പരിശുദ്ധ അമ്മയെ വാഗ്ദാന പേടകമായിട്ട് വണങ്ങുന്ന അപൂർവമായൊരു ധ്യാനകേന്ദ്രമാണ് കൃപാസനം. അതുകൊണ്ടാണ് എപ്പോഴും ഇവിടുന്ന് കൃപാസന വാഗ്ദാന പേടകമായിട്ട് അഭേദ്യമായ ബന്ധമാണ്. ഇതിൻ്റെ ലക്ഷ്യം തന്നെ ജനങ്ങളെ വാഗ്ദാന പേടകമാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ജോർദാനും ചെങ്കടലും പിളർക്കുക എന്ന് തന്നെയാണ് കൃപാസന ലക്ഷ്യം. ഉടമ്പടി എടുത്തു പോയ അനേകം മക്കളെ നമുക്കിപ്പോൾ അനുസ്മരിക്കാം. പ്രാർത്ഥിക്കുക, കർത്താവേ, ഉടമ്പടി എടുത്തു പോയിട്ടുള്ളവരെയും ഓൺലൈൻ ഉടമ്പടി ചെയ്തിരിക്കുന്നവരും അതിന്റെ കൃപയനുസരിച്ചുകൊണ്ട് ചൈതന്യം അനുസരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് വാഗ്ദാന പേടകമായി പരിലസിക്കുവാൻ, ശക്തിപ്പെടുവാൻ ദൈവമേ അവരെ ആവശ്യിക്കണമേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ, വാഴ്ത്തുന്നു. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ വാഗ്ദാന പേടകത്തിൻ്റെ മേലാണ് ദൈവത്തിൻ്റെ ശക്തി ആവസിക്കുന്നത്. ഇപ്പോൾ പുറപ്പാട് 40-35 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വാഗ്ദാന പേടകത്തിൻ്റെ മേലാണ് ദൈവത്തിൻ്റെ ശക്തി, മഹത്വം ആവസിക്കുന്നത്. പുറപ്പാട് 40-35 വചനങ്ങൾ. അപ്പോൾ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ലുക്ക 8:21 അനുസരിച്ച് കൊണ്ട് 11:28 അനുസരിച്ച് കൊണ്ട് ഒക്കെ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ വാഗ്ദാന പേടകമായി മാറും ദൈവത്തിൻ്റെ. അപ്പോഴേ പുറപ്പാടിൻ്റെ 40-35 അനുസരിച്ചുള്ള ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ ആവസിക്കും. അങ്ങനെയാണ് രോഗസൗഖ്യം ഉണ്ടാകുന്നതും കണ്ണീരിൻ്റെ ജോർദാൻ പിളർന്നു മാറുന്നതും വറ്റി മാറുന്നതും എല്ലാം. അപ്പോൾ വ്യക്തികളുടെ ദൈവകൃപയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. പ്രാർത്ഥിക്കുക, കർത്താവേ, കൃപാസനത്തിലെ ഉടമ്പടി എടുത്തിട്ടുള്ളവരെ കർത്താവിന്റെ കൃപയിലെ നിറഞ്ഞ് വാഗ്ദാന പേടകമായി ജീവിക്കുക വഴി അവരിലേക്ക് ദൈവമഹത്വം പ്രസരിക്കുവാൻ ഇടയാക്കണമേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമുക്ക് പലതരത്തിലുള്ള, ഇപ്പം ലോക്ക്ഡൗൺ ആണ് അല്ലേ, പലതരത്തിലുള്ള വിഷമതകൾ ഈ കുടുംബത്തിലെല്ലാം കൂടി ഒരുമിച്ച് താമസിക്കുന്ന കാരണമേ ഓരോരുത്തരുടെ കാര്യത്തിൽ തലയിട്ട് തമ്മിൽ വഴക്കിട്ട് അസ്വസ്ഥപ്പെട്ട് മുമ്പത്തേക്കാൾ അസമാധാനം ഉണ്ടാകുന്ന കുടുംബങ്ങളും ഉണ്ടാകും. അപ്പം ഇങ്ങനെ കണ്ണീര് പലതരത്തിലുണ്ടാകുകയാണ്. പല ഉറവകൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് ജോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. കർത്താവ് ഈ സമയത്തെല്ലാം മനസ്സ് കെടാതെ കർത്താവിൻ്റെ വചനം സംസ്വീകരിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാന പേടകമായി തന്നെ നീ നിലനിൽക്കണം. ഈ ജോർദാൻ്റെ നടുവിൽ കർത്താവ് ഇത് വറ്റിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടെ പ്രാർത്ഥിക്കുക. കർത്താവേ, അപരിചിതമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ യോശുവ 3:4 അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ ഇതുവരെ നടക്കാത്ത വഴികളിലൂടെയാണ് നടക്കുന്നതെങ്കിലും വാഗ്ദാന പേടകം ചുമലിൽ ഏറ്റിക്കൊണ്ട് കർത്താവേ
ഒരേ നിപ്പ് വിശ്വാസത്തോടെ ദൈവസ്നേഹത്തോടെ യോർദാന്റെ നടുവിൽ നിൽക്കാനുള്ള ദൈവ ശരണത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. തീജ്വാലയായി റൂഹായേ വരേണമേ, തീജ്വാലയായി റൂഹായേ വരേണമേ, ആത്മാവിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ, ആത്മാവിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ, റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ, റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. നമുക്ക് ഒരുമിച്ച് ശ്രുതിക്കാൻ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. എന്നെ ശ്രമിക്കുന്ന ജനങ്ങള്, രോഗികള്, പീഡിതര്, ഭാരമുള്ളവര്, കർത്താവേ ശ്രുതിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. ഈശോ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവേ. ഓരോ മകനും മകളും കർത്താവേ, ഈശോ ഈശോ ഇപ്പോഴ് നിന്റെ വിശുദ്ധമായ തിരുമുറിവാർന്ന് ആടിപ്പെടുത്താർന്ന് അത്ഭുതകരത്താൽ രോഗികളെ സ്പർശിക്കണമേ, ഉദര രോഗികളെ സ്പർശിക്കണമേ, ഈശോ നീതി രോഗികളെ സ്പർശിക്കണമേ, വാതരോഗികളെ സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങള് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. ആശീർവാദ നിമിഷങ്ങളിൽ കർത്താവ് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ ആശ്വാസം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അമ്മ വഴി, പരിശുദ്ധ അമ്മ വഴി നിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ്. ജീവിക്കുന്നവനായ ദൈവം നമ്മളെ ആശീർവദിക്കുവാൻ പോവുകയാണ്. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് രണ്ട് കരങ്ങളെയും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവേ അവിടുന്ന് ആശീർവദിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.